ഹായ് ഫ്രണ്ട്സ്, അബി എഡ്യൂക്കേഷൻ ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കമൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിഫറൻറ്റ് ഫോണ്ടുകളിൽ കമൻറ്റ് ചെയ്ത് നമ്മുടെ കമൻറ്റ്സ് ആകർഷകമാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമുക്ക് ഈ രീതി ഉപയോഗിച്ചിട്ട് നമ്മുടെ വാട്സപ്പിലും നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻറ്റ് ഫോണ്ടുകൾ ഉപയോഗിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഞാൻ നമ്മുടെ കമന്റ് സെക്ഷന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ നമ്മുടെ ഡിഫറെന്റ് ഫോണ്ടുകളിൽ എഴുതാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിന് ബോൾഡ് ആയിട്ടായിരിക്കും നമുക്ക് കമൻറ്റിൽ വരുന്നത്. ഞാനത് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബോൾഡായിട്ട് ഇപ്പോൾ അവിടെ കമൻറ്റ് വന്നിട്ട് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഒന്നും കൂടി വേറൊരു മോഡൽ കാണിച്ചു തരാം. ഇത് നമ്മളൊരു ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് തൊട്ടാണ് ഹായ് വേണ്ടത്, അതായത് നമ്മളെ ബോൾഡ് വേണ്ടത് എങ്കിൽ നമ്മൾ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റാർ ഇടേണ്ടതാണ്. എന്നാലും അത് പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ വർക്കാവും. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് കൊണ്ട് തൊട്ടടുത്ത് തന്നെ സ്റ്റാറും ചേർക്കേണ്ടതാണ്. ഞാനവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ വേറെ രീതിയിലാക്കി ഇനി നമുക്കത് അടുത്ത ഫോണ്ടും കൂടി നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇതിനെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് ബോൾഡായിട്ട് ഇറ്റാലിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നമ്മുടെ _ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ ഇതിപ്പോൾ ഇറ്റാലിക്സിലായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഫോണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വെബ്സൈറ്റിലൂടെ എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കൊരു ആപ്പിൻ്റെയും സഹായമില്ലാതെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ക്രോം ബ്രൗസർ തുറക്കുന്നു. അപ്പോൾ തുറന്നു വന്നാൽ നമ്മളതിൽ ടെക്സ്റ്റ് എന്ന് നമ്മൾ അടിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റൊരു വെബ്സൈറ്റ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് യുവർ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് എന്താണ് ടെക്സ്റ്റ് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളതൊന്ന് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് വേണ്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് പല ഡിഫറെൻറ്റ് ഫോണ്ടുകൾ നമുക്കവിടെ കാണാം. എനിക്ക് വേണ്ടൊരു ഫോണ്ട് ഇതാ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിൽ ഇതൊന്ന് കാണിച്ചു തരികയാണ്. ഞാൻ ആ ഫോണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫോണ്ട് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് യൂട്യൂബിലും കമൻറ്റുകളിലെ താഴെ ഈ ഫോണ്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനതിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ
നമ്മൾ നേരത്തെ എഴുതിയതൊക്കെ അവിടെ കാണാം. ഞാൻ ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിഫറെൻറ്റ് ഫോണ്ടിലുള്ള ഒരു കമൻറ്റ് നമുക്ക് അവിടെ കാണാം. ഞാനത് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ കമൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ആ വെബ്സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കമൻസൊക്കെ ആകർഷകമാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. താങ്ക് യു.